ഗോഡ് നമ്മുടെ തളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രം അത് റിലീസായിരിക്കുകയാണ്. അതിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം പറയേണ്ടത്, ഇത് തളപതിയുടെ 68ാമത്തെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കരിയറിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് സെക്കൻഡ് ലാസ്റ്റ് പടമാണെന്ന് പറയുന്നു. ഒഫീഷ്യലി കൺഫേംഡ് ഒന്നും അല്ല, പക്ഷെ എന്നാലും അങ്ങനെയാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് ഞാൻ പറയാം. ആദ്യം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഒരു ഓക്കെ എന്ന് പറയാനേ പറ്റൂ. എനിക്ക് ഭയങ്കരമായി നമ്മുടെ ഉള്ളിൽ ഒരു വിജയ് പടം കാണാൻ പോകുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഒരു വിജയ് ഫാൻ എന്നൊരു രീതിയിലായിരിക്കും അത് കാണേണ്ടത്. അങ്ങനത്തെ ഒരു രീതി നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് മാത്രം എനിക്ക് ഫീൽ ചെയ്തൊരു പടമാണ്. പക്ഷെ അത് പറയാം, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളതിൻ്റെ. അതിൻ്റെ ഒരു ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത്, ഇതൊരു സെക്കൻഡ് ലാസ്റ്റ് പടമാണ്. അദ്ദേഹത്തിന് നമ്മളൊരു പരിധിക്കപ്പുറത്ത് ഇനി സ്ക്രീനിൽ കാണില്ല എന്ന് പറയുമ്പോൾ ഇവരതിനെ വേറെ രീതിയിലാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ഡബിൾ ആക്ഷൻ വെച്ചിട്ട്, എനിക്കൊന്ന് സ്ക്രീനിൽ ഒരുപാട് നേരം നമുക്ക് തളപതിയെ രണ്ട് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാം, ഒരുപാട് നേരം സ്ക്രീൻ ടൈം ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ വെങ്കട് പ്രഭുവിനെ ഒരു പരിധിക്കപ്പുറത്തോട്ട് ഞാൻ പ്രതീക്ഷിച്ചു. മേക്കിംഗ് വൈസ് അത് പറയണം, മേക്കിംഗ് വൈസ് ഒരു രക്ഷയില്ല, ടോപ്പ് ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ആ ഡി ഏജിങ്ങിൻ്റെ ഒരു ഇത് മാക്സിമം ഒരു വളരെ വൃത്തിയായിട്ട് ഒരു ഇന്ത്യൻ സിനിമയിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ എന്താ പറയുക, ഒരു 99% അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചെങ്കിലും പ്രശ്നം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ചെറുപ്പമായൊരു വിജയം കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു കണ്ണിന് ഭയങ്കരമായിട്ട് പ്രശ്നം തോന്നുന്നത്. നമുക്ക് ഒരുപാട് നേരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എയുടെ അത് കണ്ണ് എന്ന് പറയുന്നത് ടെക്നോളജിയിൽ ഭയങ്കര പ്രശ്നമുള്ളൊരു സാധനമാണ്. അത് ഭയങ്കരമായിട്ടുണ്ട്. പിന്നീട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ നമ്മൾ കണ്ടിട്ടുള്ള കഥയാണെന്ന് വെച്ചാൽ സ്പൈ ത്രില്ലേഴ്സൊക്കെ കാണുന്ന ഒരാൾക്കറിയാം, അത് കണ്ടിട്ടുള്ള കഥ തന്നെയാണ്. ഭയങ്കരമായി പ്രെഡിക്റ്റബിളായി എന്ന് വെച്ചാൽ ഓരോ സീൻ വൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ സമയം കഴിയും തോറും നമുക്ക് ഇതിൻ്റെ കണക്ഷൻ അല്ലേ അത് നമുക്ക് തന്നെ അങ്ങ് ചിന്തിച്ചു പോകുന്നു. പക്ഷേ ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് ചിന്തിക്കാനുള്ള സമയം അവർ തന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. കാരണം ഇതിൻ്റെ 2-3 പാട്ടുണ്ട്, 4 പാട്ടങ്ങളുണ്ട്. ആ പാട്ട് തന്നെ നമ്മളെ ഇരുന്ന് ഓക്കെ ഈ കഥ ഇനി ഇങ്ങോട്ടല്ലേ പോകാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി ഒരു സമയം തന്ന പോലെ എനിക്ക് തോന്നി. അത് വേണ്ടായിരുന്നു. ഫാൻസിന് വേണ്ടിയിട്ട് പാട്ടുണ്ടാക്കുന്നത് എന്ന് പറയാം, പക്ഷെ എന്നാലും ഈ ഇത്തരം സിനിമകളിൽ പാട്ട് മാക്സിമം ഇത്ര എണ്ണം വേണ്ടായിരുന്നു. പിന്നീട് എന്താ പറയുക, ബി ജി എം നല്ല ടോപ്പ് ക്ലാസ് ആണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഇത് പറ്റത്തില്ല. ആ ഒരു രീതിയിൽ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇത് വിജയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ ഹൈ മൊമെൻറ്റ്സ് വരുന്നത് ഈ ബി ജി എം ആണ്. ചില നോർമൽ ഒരു സിറ്റുവേഷനെ ബി ജി എം വെച്ച് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ സീൻ ഭയങ്കര സംഭവമല്ല, പിന്നെ ബി ജി എമ്മും കൂടെ അടിപൊളിയാകത്തുകൊണ്ട് ബി ജി എം കൂടെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ബി ജി എം വൈസ് എനിക്ക് ഒരു തരത്തിലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബി ജി എം ഭയങ്കരമായിട്ട് ലെറ്റ് ഡൗൺ എന്ന് പറയാം. അത് കുറച്ചെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വില്ലനെ കാണിക്കുന്ന സമയത്ത് ഒരു ബി ജി എം ഉണ്ട്, അത് അടിപൊളിയാണെന്നല്ല, പക്ഷെ എന്നാൽ പോലും അത് കൂട്ടത്തിൽ കൊള്ളാമെന്ന് തോന്നിയതാണ്. പിന്നീട് നമ്മുടെ വിജയാണ്. അദ്ദേഹത്തിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ്, കോമഡിയൊക്കെ എടുത്ത് പറയണം. ഫസ്റ്റ് ഹാഫ് തുടങ്ങി കുറച്ച് നേരത്തേക്ക് ആ ഒരു കോമിക് രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അവിടെ ഇവിടെയായിട്ടൊക്കെ ചിരിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ഫൺ മൊമെൻറ്റ്സിൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഡി ഏജിന് വന്ന ആ ക്യാരക്ടറാണ് ഒരു പോയിന്റ് കഴിയുമ്പോൾ സിനിമയെ നമുക്ക് ഓക്കെ കാണാമെന്ന് നമുക്കൊരു തോന്നലുണ്ടാക്കുന്നത്. ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഒരു കഥയുടെ പ്രശ്നം കാരണം നമുക്ക് അവിടെ ഇവിടെയായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സാധനം അതുപോലെ തന്നെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഇതൊരു വളരെ മോശം സിനിമയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു മോശം സിനിമയല്ല, ഒരു ആവറേജ് സിനിമ എന്ന് ഞാൻ എപ്പോഴും പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് പടമാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ വിജയ് സിനിമകളിൽ കാണാത്തൊരു പരിസരം അവരെടുത്തു എന്നുള്ളത് ഒഴിച്ചാൽ, പരിസരം മീൻസ് ടെക്നിക്കലി സ്പീക്കിംഗ് എപ്പോഴും വിജയണ്ണനെ കളിയാക്കുന്ന പോലെ ഒരു രക്ഷകൻ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഒരു പാസമൊക്കെ ഒരു പ്രത്യേകതരം പാസമൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ വെങ്കട് പ്രഭു ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു ജെമിനി മാൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമ, വിൽ സ്മിത്തിൻ്റെ, അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ലെന്ന്. പക്ഷേ അതുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ അവരിങ്ങോട്ട് എടുത്തിട്ടില്ലെന്നുള്ള ഒഴിച്ചാൽ, അത് തന്നെ എടുത്ത് ഇങ്ങോട്ട് ചെയ്തിട്ടില്ല. അതിനകത്തൊരു ഇന്ത്യൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ തുടങ്ങുന്ന സീനിൽ ഇതല്ലേ ഇനി അത് തന്നെയാണോ കാണിക്കാൻ പോകുന്നത് എനിക്ക് തോന്നി. പക്ഷേ അങ്ങനെയല്ല, അത് കഴിയുമ്പോൾ അത് മാറും. ജെമിനി മാൻ്റെ കഥ അവർ കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് എടുത്തെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ
ജെമിനി മാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അത് അവിടെ ഇവിടെ ആയിട്ട് വളരെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് മ്യൂസിക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എഡിറ്റിംഗ്, വി എഫ് എക്സ് എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം തോന്നുന്നത് വെച്ചാൽ വിജയ് സിനിമകളിൽ ഒരുപാട് ചില പോയിന്റിൽ ഭയങ്കരമായിട്ടൊരു ഹൈ മൊമെൻറ്റ്സ് തരും. അങ്ങനത്തെ ഹൈ മൊമെൻറ്റ്സ് ഇതിനകത്ത് ഇല്ലെന്നല്ല, പക്ഷേ വളരെ വളരെ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളൊരു അഡ്രാനൽ റഷ് തരുന്നത്. ഇനി ഫാൻസിന് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ഉള്ളതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഓക്കെ നമ്മുടെ അത് ഞാൻ പറയുന്നില്ല. പിന്നീട് ക്ലൈമാക്സിനകത്ത് 1-2 സാധനമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കൈയടിച്ചൊരു സീനും ക്ലൈമാക്സിലാണ്. അത് പക്ഷേ ഈ സിനിമയായിട്ട് തന്നെ ബന്ധമൊന്നും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. മീൻസ് ബന്ധമില്ലെന്നല്ല, അത് സിനിമയിലല്ലെങ്കിൽ പോലും നമ്മളവിടെ കൈയടിക്കും എന്നൊരു സീനിലാണ് അതുള്ളത്. പക്ഷേ അത് മാസ്സായിരുന്നു. അതിന് ശേഷം ടൈലൻഡ് പറയുമ്പോൾ ടൈലൻഡ് എന്നല്ല, ക്ലൈമാക്സിലൊരു സാധനമുണ്ട്, അതും ഇച്ചിരി തിയേറ്ററൊന്ന് അനങ്ങിയത് അപ്പോഴൊക്കെയാണ്. അതുവരെ അനങ്ങിയില്ലെന്നല്ല, എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സാധനങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായ എനിക്കൊരു ദൈവമേ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ സീനാവുമല്ലോ എന്ന് തോന്നുന്നൊരു പോയിന്റിൽ, ഒരു ഹൈ പോയിന്റിലാണ് ഇൻ്റർവെൽ കൊണ്ട് നിർത്തുന്നത്. ഇൻ്റർവെൽ ഒരു പഞ്ചുണ്ട്, പക്ഷേ അത് എത്രത്തോളം എല്ലാവർക്കും അത് വർക്കൗട്ടാണെന്ന് എനിക്കറിയത്തില്ല. മീൻസ് എല്ലാവർക്കും ആ ഒരു പഞ്ച് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അതിനൊരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു സീൻ ബിൽഡ് ആകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്തൊരു പോയിന്റിലോട്ട് വരുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേക്കിംഗ് കൊണ്ടാണ് നമുക്കത് ഒരു അടിപൊളി എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പോയിന്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് കാണാൻ പോകുന്നത്. പക്ഷെ എന്നാൽ പോലും അത് കഴിഞ്ഞുള്ളൊരു സാധനം നമുക്കൊരു ക്യൂരിയോസിറ്റി വരും. അത് അത്യാവശ്യം നല്ല രീതിയിലാണ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് അത് ഉണ്ടാകുന്നുണ്ട്. അത് സെക്കൻഡ് ഹാഫ് കുറച്ച് നേരത്തേക്ക് നല്ല അത്യാവശ്യം നമുക്ക് ഇനി എന്താന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മീൻസ് അത് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ആ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങ് പ്ലെയിനായിട്ട് ഓക്കെ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഒരു സാധനമായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു സിനിമ പ്ലസ് വേറൊരു സാധനമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആകാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി പല ഏരിയാസിലും അത് വർക്കൗട്ട് ആവും. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് വെങ്കട് പ്രഭു ആയതുകൊണ്ട് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആസ് യൂഷ്വൽ അത് അങ്ങനെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ VFX എഡിറ്റിംഗ്, പിന്നെന്താ പറയുക, അത്രയും ഈ വിജയണ്ണൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പടം ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അതല്ലാത്ത പക്ഷം ഞാനിതിങ്ങനെ ഒരു ആവറേജ് രീതിയിൽ പറയുന്നത് എനിക്ക് തന്നെ അതുപോലെ ഉണ്ട്. അത്ര കഷ്ടപ്പെട്ടെടുത്തൊരു സിനിമയാണ്. അതുകൊണ്ട് കഷ്ടപ്പാട് അവർ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ എവിഡൻ്റായിട്ട് അതിനകത്ത് കാണാൻ പറ്റുന്നു. പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ വളരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്, അതെടുത്ത് പറയണം. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ, അതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്ന രീതി ലീനിയറായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ അപ്പുറത്ത് കണക്ട് ചെയ്ത് അങ്ങനെ ഫ്ലാഷ് ബാക്ക് അങ്ങനെയൊന്നും ഇല്ല, ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ സ്റ്റോറി അങ്ങനെ ആയതുകൊണ്ട് അവരൊരു പരിധിക്ക് അപ്പുറത്തോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് സർപ്രൈസുകളുണ്ട്. അത് എല്ലാവർക്കും നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചില സാധനങ്ങൾ നമ്മൾ ഗസ് ചെയ്യുന്ന അതുപോലെ തന്നെ വന്നു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത്. അതല്ലാത്ത പക്ഷം അത് വർക്കൗട്ടാകുന്ന ഒരുപാട് പേരുണ്ടാവും, അത് നമ്മൾ എടുത്തെടുത്ത് പറയണം. എന്നാലും ഞാനൊരു എന്താ പറയുക, വിജയണ്ണൻ്റെ ഒരു സാധനം പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈറ്റിൽ കാർഡിന് അവാർഡ് കൊടുക്കണം. അത് ഓൾറെഡി അവരെന്തിനാണ് ആ ട്രെയിലറിനകത്തെടുത്ത് വെച്ചെന്ന് എനിക്കറിയത്തില്ല. അത് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അത് ആ സാധനം അടിപൊളിയായിരുന്നു. പിന്നെ 1-2 കെമിയോസ് ഉണ്ട്. അതിനകത്ത് ഒരു കെമിയോ എന്ന് പറയുന്നത് നമുക്ക് മലയാളി ഓഡിയൻസിന് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് അറിയത്തില്ല, പക്ഷെ തമിഴ് ഓഡിയൻസിന് ഭയങ്കരമായി ഉള്ളൊരു കണക്റ്റ് ആവുന്നൊരു കെമിയോ ഉണ്ട് ഇതിനകത്ത്. അത് തുടക്കം തന്നെ ഉണ്ട്. അത് പക്ഷേ അത് വളരെ നല്ലതായിട്ട് അവർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെക്നോളജിയുടെ ഒരു പ്രശ്നം കൊണ്ട് അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് ആ ക്യാരക്ടറിനെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് സർപ്രൈസുകളുണ്ട്, ചില കെമിയോസൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കെമിയോസൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളാം. പക്ഷേ ലാസ്റ്റ് പടത്തിലെങ്കിലും വേറൊരു മലയാള ലോക സിനിമ കണ്ടിട്ടില്ലാത്തൊരു കഥയായിട്ട് വിജയമായിട്ട് വരണമെന്നല്ല, പക്ഷേ നമുക്ക് വിജയണ്ണൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്വാഗും സാധനങ്ങൾ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളായിരിക്കണം അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് പടത്തിലെങ്കിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പടം മോശമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ്. ഭയങ്കരമായിട്ട് ഒന്നത്തെ കാര്യം ഭയങ്കര ലെങ്ത് ആയിപ്പോയി. ഇത്രയും ലെങ്തിൻ്റെ ഒരാവശ്യമില്ലായിരുന്നു. അത്
വളരെ ട്രിം ചെയ്ത് ഒതുക്കാറ്. ഒന്നാമത്തെ കാര്യം അവിടെ ഇവിടെയും കൊണ്ടുവന്ന് ഉള്ള പാട്ട്, ഇനിയെങ്കിലും എനിക്ക് എന്താ മൂവി മേക്കേഴ്സിനോട് പറയാനുള്ളത്, യൂട്യൂബിൽ ഇടാൻ വേണ്ടി പാട്ടുണ്ടാക്കിയിട്ട് അത് സിനിമയിൽ കുത്തിക്കയറ്റായിരുന്നാൽ വളരെ ഉപകാരമായിരിക്കും. നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. ഇതിന് റേറ്റിംഗ് ഇടാനോ, ഇത് പ്യുവർലി എനിക്ക് ഈ പടത്തിൻ്റെ ഒരു ടെക്നിക്കലി കീറി മുറിച്ച് അങ്ങനെ പറയാൻ അറിയത്തുമില്ല, അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ട് എനിക്കിതൊക്കെയാണ് തോന്നിയത്. പിന്നെ അദ്ദേഹം ഒത്തിരി നേരം സ്ക്രീനിലുള്ളതുകൊണ്ട് ഇങ്ങനെ കാണാം, പിന്നെ അതിനകത്തുള്ള ആ കുറച്ച് സർപ്രൈസുകളൊക്കെ കണ്ട് നമുക്കിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ എന്ന് പറയാൻ പറ്റുന്നൊരു പടമാണ്. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ ഓൾറെഡി സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കാണും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ ബാക്കിയുള്ളവരുടെ നമ്മുടെ പ്രൊഫഷണൽ റിവ്യൂസിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും, അതെല്ലാം കാണുക. സോ ഗുഡ്.